ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാസ്ത മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പാസ്ത വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഇത് കണ്ടോ, അത് കുറച്ച് പാസ്തയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കുമൊക്കെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു മസാലയാണിത്. ഇത് കണ്ടോ, ഞാൻ പാസ്ത വേകാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു 75% വെന്താൽ മതിയാകും. അതാണ് കറക്റ്റ് അളവ്. കൂടുതൽ വെന്താൽ ഈ മസാല കുഴഞ്ഞിരിക്കും. ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. മസാല ഉണ്ടാക്കാനായി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വയ്ക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ പച്ചമണം പോകുന്നത് വരയ്ക്ക് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഒരുപാട് ഇളക്കാനും പാടില്ല. ഇളക്കിയാൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പാസ്ത മസാല റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.